വെൽക്കം ടു ഹാമീസ് വ്ളോഗ്സ്. ഞാൻ നിങ്ങളോട് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു കാര്യം ഷെയർ ചെയ്യാനാണ്. 7500 രൂപയ്ക്കാണ്. 7500 രൂപ ആയില്ല, ഞാൻ പറയുന്നത് പെർ പേഴ്സൺ ആണേ. എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടല്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ 7500 രൂപ ഒന്നും ആവത്തില്ല, ഞാനൊരു എമൗണ്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാനും ഹസ്ബൻഡും കുഞ്ഞും ജമ്മു പോയ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ നിന്ന് ഞങ്ങൾ പോയത് ഹരിയാനയിൽ നിന്നാണ്. ഹരിയാനയിൽ ഞങ്ങൾ സെറ്റിൽഡ് ആയിരുന്നു. കുറച്ച് നാൾ, ഒരു 3 വർഷത്തോളം ഞങ്ങൾ ഹരിയാനയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് പോയത്. കേരളത്തിൽ നിന്ന് പോകുന്നുള്ളവർക്ക് ഹിമസാഗർ എന്ന് പറയുന്നൊരു ട്രെയിനുണ്ട്. നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അതിൽ നമുക്ക് വൈഷ്ണോമാത ക്ഷേത്രം ജമ്മുവിൽ, ഞാൻ അവിടെയാണ് പോയത്. ഞാൻ പക്ഷേ പിന്നീട് അവിടെ നിന്ന് ഒരു 3000 രൂപ എക്സ്ട്രാ കൊടുത്ത് പത്നി ടോപ്പിൽ പോയി. നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പോകണം. അപ്പം നല്ല ക്ലൈമറ്റും ആയിരിക്കും. ഒത്തിരി ചൂടുള്ള സമയത്തിന് പോവാതിരിക്കുക. കാരണം ഈ ജമ്മു കാശ്മീർ പോകുമ്പോൾ നമ്മൾ ജമ്മുവിൽ ഫോക്കസ് ചെയ്യുന്ന ഈ വൈഷ്ണോമാത ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു 13 കിലോമീറ്ററോളം നടക്കാനുള്ള ഒരു അമ്പലമാണ്, ട്രക്കിംഗ് പോലെയൊക്കെ. അപ്പോൾ അവിടെ അങ്ങനെ നടന്നു പോകാൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ചൂടൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തണുത്ത സമയം ചൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ഒത്തിരി തണുപ്പാണെങ്കിൽ ചിലപ്പോൾ അവിടെ സ്നോഫോളൊക്കെ വരുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ഒത്തിരി തണുപ്പുള്ളപ്പോഴല്ല പോയത്, ഞാൻ ഫെബ്രുവരി മാസത്തിലാണ് പോയത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഹിമസാഗർ എന്ന് പറയുന്ന ഒരു ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റും. അതിൽ സ്ലീപ്പറിന് എനിക്ക് തോന്നുന്നു ഒരു 1200+ റേറ്റ് അത്രയൊക്കെ ആവും സ്ലീപ്പറിന്. പക്ഷെ ഞാൻ സ്ലീപ്പർ ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. ഐ സജസ്റ്റ് AC. ഞാൻ സെക്കൻഡ് AC എങ്ങാനും പോകാനായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. കുറച്ച് ലോങ് ഡിസ്റ്റൻസ് 2 days+ എടുക്കുന്ന ഒരു ജേണിയാണ്. സോ ഞാൻ സ്ലീപ്പർ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ ലോ കോസ്റ്റിൽ പറയുന്നതുകൊണ്ട് അപ്പം അവിടെ നിന്ന് അതുവരെ പോകാൻ പറ്റും. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളങ്ങനെ വൈഷ്ണോമാത ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒത്തിരി വെയിൽ കാണും. എല്ലാവരും ഈ വൈഷ്ണോമാത ക്ഷേത്രത്തിൽ പോകുന്നതായിരിക്കും. ആരുടെ കൂടെ പോയാലും നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ റൂംസ്, ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. നിങ്ങൾ അത് കൂടുതൽ അതിന് പ്രിഫറൻസ് കൊടുക്കുക. ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഹോം സ്റ്റേസും ഒക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഹോം സ്റ്റേ ആണ് എടുത്തത്. അതായത് അവിടെ കൊച്ചു വീടുകളുണ്ട്, 1 നില 2 നില 3 നിലയൊക്കെയുള്ള വീടുകളുണ്ട്. അതിന് ഭയങ്കര റേറ്റ് കുറവുണ്ട്. ഞങ്ങൾ പോയപ്പോൾ ഒരു ദിവസത്തേക്ക് 500 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സൂപ്പർ റൂമായിരുന്നു. പക്ഷെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, റൂമും കാര്യങ്ങളും ഒക്കെ, വാഷ്റൂം എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അത്രേ ആയിട്ടുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് നമുക്ക് 2000 രൂപയൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ എത്താം, റൂം എടുക്കാൻ പറ്റും. പിന്നീടുള്ളത് നമ്മുടെ ഫുഡിൻ്റെ എമൗണ്ടാണ്. ട്രെയിനിലെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങളുടെ ഇതിലാണ്. ഫുഡ് എന്ന് പറയുമ്പം രാജ്മ റൈസ് അങ്ങനെയൊക്കെ ഉള്ള പേര് കറക്റ്റായിട്ട് അറിയാതില്ല. നിങ്ങൾക്ക് അവിടെ അതായിരിക്കും കിട്ടുന്നത്. ഫുൾ വെജിറ്റേറിയൻ ആണ്. അവിടെ മുട്ട പോലും കിട്ടാറില്ല. അത് കിട്ടണമെങ്കിൽ പിന്നീട് എനിക്കൊന്ന് കാശ്മീർ അങ്ങോട്ട് പോകണം. ഈ വൈഷ്ണോമാതയുടെ അവിടെ നിങ്ങൾക്ക് അതൊന്നും കിട്ടത്തില്ല. വെജിറ്റേറിയൻ ഫുഡായിരിക്കും. അത് മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ. അവിടെ നിന്ന് എന്ത് ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾ ഫുഡ് കഴിക്കുക. വളരെ കുറവാണ്, ഒത്തിരിയൊന്നുമില്ല. ആലു പൊറോട്ടയ്ക്ക് എനിക്ക് 35 രൂപയൊക്കെ ഉള്ളൂ. നമുക്കത് ധാരാളം മതിയായിരിക്കും. പിന്നെ ഒരു 1000 റുപ്പീസിൻ്റെ അകത്ത് വെച്ച് എല്ലാ ഫുഡിൻ്റെ എക്സ്പെൻസും കഴിയും. അങ്ങനെ നിങ്ങൾക്ക് അവിടെ നിന്ന് റിട്ടേൺ ട്രെയിൻ അവിടെ നിന്ന് കാണും. അത് ബുക്ക് ചെയ്ത് നാട്ടിലോട്ട് വരാൻ പറ്റും. ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി മനസ്സിലാവണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ജമ്മു പോവുക, തിരുവനന്തപുരത്ത് നിന്ന് ജമ്മു പോവുക എന്ന് പറയുന്നത്, ഞാൻ കന്യാകുമാരി മുതൽ ജമ്മു വരെ ട്രാവൽ ചെയ്ത ഒരാളാണ്. അങ്ങനെ പറയുന്നത് അതൊരു വലിയ ഇതുള്ള കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ വലിയൊരു ടെൻഷൻ പിടിച്ചൊരു പണിയൊന്നുമല്ല. ആർക്കും എപ്പോഴും 10 രൂപ മാക്സിമം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ജമ്മു കാശ്മീർ വരെ സൂപ്പറായിട്ട് പോയിട്ട് വരാൻ പറ്റും. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ഇത് ഷെയർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, നമ്മളൊന്ന് മെനക്കെട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് ജമ്മു കാശ്മീർ ഉറപ്പായിട്ടും പോകാം. പലരുടെയും ഡ്രീം പ്ലേസാണ്, എൻ്റെതും ആയിരുന്നു. പക്ഷെ ഞാനത് 1.5 വർഷം മുന്നേ അച്ചീവ് ചെയ്തു, ജമ്മു കാശ്മീർ പോകണം എന്നുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലോട്ട് മാത്രം പോയിട്ടില്ല. കൃപയുണ്ടെങ്കിൽ ഉടനെ എവിടെയും കവർ ചെയ്യാൻ പറ്റുമെന്ന് അതിയായി വിശ്വസിക്കുന്നു. അങ്ങനെ നടക്കട്ടെ. എന്തായാലും
ഇതുപോലെയുള്ള കുഞ്ഞു ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വരും. എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ പോയ കന്യാകുമാരി മുതൽ ജമ്മു വരെ ട്രാവൽ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.